പേപ്പേഴ്സ് ഒക്കെ റെഡിയാക്കിയ ശേഷം ഞാൻ കാശ് വരാം. എഗ്രിമെന്റോ? അല്ലാതെ പിന്നെ ഓശാരത്തിനാണോ ഞാൻ കാശ് തരുന്നത്? കാശ് ഞങ്ങൾ വേഗം തിരിച്ചു തരും പപ്പ. വേഗം തിരിച്ചു തരണം. അഥവാ വേഗം തിരിച്ചു തരാൻ പറ്റിയില്ലെങ്കിലോ? അങ്ങനെ വരില്ല. വരും. കുഴലപ്പവും പപ്പടവടയോ ഉണ്ടാക്കി വിറ്റ് ജീവിതം കഴിക്കുന്ന നിങ്ങൾ എങ്ങനെയാ എന്റെ കാശ് വേഗം തിരിച്ചു തരുന്നത്? പറ. അത് അതുകൊണ്ടാ പറഞ്ഞത്. എല്ലാറ്റിനും ഒരു ഉറപ്പുണ്ടായിരിക്കുന്നത് നല്ലതാ. പിന്നെ കാശിന് വേണ്ടി അമ്മയെ തല്ലി, ഏട്ടത്തി അമ്മയുടെ കഴുത്തിന് പിടിച്ച് ഞെരിച്ചു തുടങ്ങിയ വാക്കുകളൊന്നും പപ്പന്റെ പേരിനൊപ്പം ചേർത്ത് കേൾക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാ. എന്താ നിനക്ക് വേണ്ടത്? നീ പറ. എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? 10 ലക്ഷം രൂപ നീ ഞങ്ങൾക്ക് കടമായി തരുന്നതിന് എന്തുറപ്പാ നിനക്ക് ഈ പെറ്റമ്മയും നിന്റെ ഏട്ടന്റെ ഭാര്യയും നിനക്ക് തരേണ്ടത്? അങ്ങനെ ചോദിച്ചാ ഈ വീടും പറമ്പും എന്റെ പേരിലങ്ങ് എഴുതി തന്നേക്കും. നിങ്ങൾ എന്റെ കാശ് തിരിച്ചു തരുമ്പോ ആ എഗ്രിമെന്റ് നമുക്കങ്ങ് ക്ലോസ് ചെയ്യാം. എന്താ, സമ്മതമാണോ? അത് പിന്നെ സമ്മതം. അതാണ്. ഇപ്പോഴാണ് നിങ്ങൾ പപ്പന്റെ തള്ളയായത്. സമ്മതം. ആ സ്ട്രോങ് ഡയലോഗ് പൊളിച്ചു കളയാ. തള്ള പേടിക്കണ്ട. അഥവാ നിങ്ങൾക്ക് കാശ് തരാൻ പറ്റിയിട്ടില്ലെങ്കിൽ പപ്പൻ ഇവിടെ അങ്ങ് പൊറുതി തുടങ്ങും. തള്ളക്ക് എന്റെ കൂടെ നിൽക്കാം. അപ്പൊ ഇവളോ? നിന്റെ ഏട്ടത്തിയമ്മയോ? ഏട്ടത്തിയമ്മയ്ക്ക് കെട്ടിച്ചയച്ച 2 പെമ്മക്കളില്ലേ, കോടീശ്വരികൾ. ഏട്ടത്തിയമ്മ അവര് കൊണ്ടുപോയിക്കോളും. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഞാൻ എഗ്രിമെന്റും കാശുമായിട്ട് ഉടനെ വരാം. ഡീൽ ഉറപ്പിച്ചു. നല്ല കച്ചവടക്കാരിയാ കേട്ടോ. അമ്മേ, പൈസ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ വീടും പറമ്പും അവന്റെ പേരിലാവും. അല്ല അത് അമ്മേ. എവിടെ നിന്റെ അമ്മയും അച്ഛമ്മയും? കാണുന്നില്ലല്ലോ ആരെയും. അവര് വരും. അവനവന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് വെല്ലുവിളി നടത്താവൂ. നിന്റെ അമ്മ എന്നെ വെല്ലുവിളിച്ചിട്ട് പോയതല്ലേ 10 പവൻ സ്വർണം നാളെ തന്നെ കൊണ്ടുവരുമെന്ന്. എന്നിട്ട് എവിടെ? അവര് വരുമെന്ന് പറഞ്ഞല്ലോ. നാളെയാണ് ക്ഷേത്രത്തിലെ ചടങ്ങ്. അതിനു മുൻപ് ആഭരണങ്ങൾ എത്തിച്ചില്ലെങ്കിൽ അപമാനം നിങ്ങൾക്ക് മാത്രമല്ല, മണിമംഗലത്തുകാർക്ക് കൂടിയാ. അറിയാമ്മേ. അറിഞ്ഞതുകൊണ്ടൊന്നും കാര്യമില്ല. ഞങ്ങൾ പാവങ്ങളാണെന്ന് കരുതി വാക്കു പാലിക്കാത്തവരല്ല. ഒരു കാര്യം ചെയ്യും, ഈ സമയമായിട്ടും അവരെ കാണാത്ത സ്ഥിതിക്ക് ഒന്ന് ഫോൺ ചെയ്ത് നോക്ക്. അത് നേരാ. വാക്ക് പാലിക്കാൻ പറ്റാത്തതിന്റെ പേരില് പല വിഷവും കഴിച്ച് കൂട്ട ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും രണ്ടാളും. അയ്യോ, അതെങ്ങനെയാ?
വിഷം വാങ്ങിക്കാനുള്ള കാശ് പോലും കാണില്ലല്ലോ ആ പാവങ്ങളുടെ കയ്യില്. എന്താടി നീ പേടിച്ചു പോയോ? നിന്റെ മുഖം എന്താ ഇങ്ങനെ? എന്തു പറ്റി മോളെ? ആഭരണം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതോർത്ത് മോള് ടെൻഷൻ അടിക്കണ്ട. ചേച്ചി, ഇതാ സ്വർണം, അകത്തേക്ക് വെച്ചോളൂ. ആദ്യം അതൊന്ന് തുറന്നു കാണിക്ക് വിമലെ. അതെന്തിന് തുറന്നു കാണിക്കുന്നത്? അത് മതിയോന്നറിയണ്ടേ? അതെന്താ 10 പവനില്ലേ? ഉണ്ട്. വാങ്ങിച്ചു നോക്കമ്മേ. അവര് കൊണ്ടുവന്ന ആഭരണം മതിയോന്നറിയാനല്ല, അതിലുള്ളത് സ്വർണം തന്നെ ആണോന്ന് നോക്ക്. അമ്മയും അച്ഛമ്മയും നോക്കിയില്ലേ വാങ്ങിച്ചേ? പിന്നെ എന്തിനാ സ്വർണം തന്നെയാണോന്ന് സംശയിക്കുന്നത്? ഒറ്റ ദിവസം കൊണ്ട് 10 പവൻ സ്വർണം വാങ്ങാനുള്ള പാങ്ങൊന്നും നിന്റെ വീട്ടുകാർക്കില്ലെന്ന് എനിക്കറിഞ്ഞൂടെ? അതുകൊണ്ട് തന്നെയാ പറഞ്ഞത്. ഇങ്ങ് തന്നെ, ഞാനൊന്ന് നോക്കട്ടെ. എന്താ, ഒറിജിനൽ അല്ലേ?
കാശും റെഡിയായിട്ടുണ്ട്. എല്ലാം അതിന്റെ ഭംഗി തന്നെ നടക്കട്ടെ. ദാ, സത്യം ഏൽപ്പിച്ചാ മതി. ഞാൻ ചായ എടുക്കാം. അമ്മേ, ഇതെങ്ങനെ സംഘടിപ്പിച്ചു? അതൊന്നും നീ നോക്കണ്ട. ഞങ്ങൾക്ക് വലുത് നീയും നിന്റെ ജീവിതവുമാ. ഇന്നല്ലോ എനിക്ക് അറിയണോ അമ്മേ? ദേ, ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും കാശുണ്ടാക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ലെന്ന് എനിക്കറിയാവുന്നതല്ലേ? ദേ, നിങ്ങൾ എവിടെങ്കിലും കക്കാൻ പോയോ? അതൊന്നും നീ അറിയണ്ട. ആദ്യം കാര്യം നടക്കട്ടെ. എനിക്കറിയണം. ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും കാശ് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയെന്നറിയാതെ ഞാൻ ആ പൂജയിൽ പങ്കെടുക്കില്ല. സത്യയോട് എന്തിനാ വിളിക്കുന്നേ? കാര്യം പറഞ്ഞോളൂ. അത് പിന്നെ കടം വാങ്ങിച്ചു. കടോ? ഇത്രയും കാശ് ആരാ നിങ്ങൾക്ക് കടം തന്നത്? അത് നിന്റെ കൊച്ചച്ഛൻ. കൊച്ചച്ഛനോ? 10 ലക്ഷം രൂപ കൊച്ചച്ഛൻ കടം തന്നോ? ഞാനത് വിശ്വസിക്കില്ല. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാ. അത് പിന്നെ വീട് സ്ഥലവും കൊച്ചച്ഛന്റെ പേരിൽ എഴുതി കൊടുക്കാനുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി. വീടും സ്ഥലവും എഴുതി കൊടുക്കാനോ? എന്ത് പണി അച്ഛമ്മേ ചെയ്തേ? എന്നിട്ടും നിങ്ങൾ രണ്ടുപേരും കൂടി എവിടെ പോവും? എന്താ അമ്മ ഇതൊക്കെ? അച്ഛമ്മയെ കൊച്ചച്ഛൻ കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അമ്മയോ? അമ്മ എങ്ങോട്ട് പോവും? ഞാൻ ഇവിടെ എത്ര ആശ്രമങ്ങളും അനാഥാലയങ്ങളും ഉണ്ട്. അനാഥാലയത്തിലേക്കോ? അതും ഞാൻ ജീവിച്ചിരിക്കുമ്പോ? എനിക്കിനി എന്ത് നോക്കാനാ മോളെ? അമ്മേ, വെറുതെ അങ്ങനെയൊന്നും പറയല്ലേ. അത് വിട്. ഇപ്പോഴേ എന്തിനാ അതിനെക്കുറിച്ചൊക്കെ പറയുന്നത്? പിന്നെ പറയാതെ. നിന്റെ നല്ല ജീവിതത്തിന് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും. അതിന് വീടും കടങ്ങളും ഒന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല മോളെ. എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. ഈ ആഭരണം കൊണ്ടുപോയി അലമാരയിൽ സൂക്ഷിച്ചു വെക്ക. വാ മോളെ, വാ, ഇങ്ങോട്ട് വന്നേ. ഈ പെണ്ണിന്റെ ഒരു കാര്യം. എന്നാൽ ഇത് എങ്ങനെ സാധിച്ചു? നുള്ളിപ്പറിക്കിയ 100 രൂപ തികച്ചെടുക്കാൻ സത്യയുടെ വീട്ടുകാരുടെ കയ്യിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് എടി അവര് വന്നത് കണ്ടില്ലേ? ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ആവശ്യപ്പെട്ട 10 പവനും കൊണ്ടാ വന്നത്. അവർ ഒറ്റ ദിവസം കൊണ്ട് 10 പവൻ കൊണ്ടുവന്നതിനുള്ള സന്തോഷമാണോ അതോ ഞാൻ തോറ്റുപോയതിനുള്ള സന്തോഷമാണോ ബൈജുവേട്ടന്റെ മുഖത്ത്? എടി അതല്ല, ഇങ്ങനെ പോയാൽ നമ്മൾ രണ്ടുപേരും തോറ്റുപോകും. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ക്ഷേത്രത്തിലെ പൂജയ്ക്ക് വേണ്ട ആഭരണങ്ങള് പറഞ്ഞപടി അവര് കൊണ്ടുവന്ന സ്ഥിതിക്ക് പൂജ നടക്കും? നടക്കില്ല, നടക്കരുത്. അതെങ്ങനെ? എങ്ങനെ എന്നുള്ള ചോദ്യം അല്ല എനിക്ക് ആവശ്യം, യുക്തിയാണ്. എങ്ങനെ ആ പൂജയും വഴിപാടും തടയാൻ പറ്റും? അതിനെക്കുറിച്ച് ചിന്തിക്ക്. അതെ, ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയും കാണുന്നില്ല. ഞാൻ ആലോചിച്ചിട്ട് ഒരുപാട് വഴികൾ കാണുന്നുണ്ട്. അതെയോ? എങ്കിൽ പറ, എങ്ങനെ നമുക്കത് മുടക്കാൻ കഴിയും? അതിലേറ്റവും നല്ലൊരു വഴിയുണ്ട്. 100% സക്സസ് ആവുന്ന ഒരു വഴി. എന്താ അത്? എന്നോട് പറയാൻ പറ്റില്ലേ? ബൈജുവേട്ടനാ അത് ചെയ്യേണ്ടത്. എങ്കിൽ പറ, ഞാൻ ദേ എന്തിനും തയ്യാറാ. മോഷ്ടിക്കണം. മോഷ്ടിക്കാനോ? ഞാനോ?
എന്താ ശീലമില്ലേ? അത് ഇല്ല. ഇല്ലേ? പണ്ടൊരിക്കൽ അച്ഛന്റെ അലമാര തുറന്ന് സ്വർണം അടിച്ചു മാറ്റിയത് ഓർമ്മയുണ്ടോ? എടി, അടിച്ചു മാറ്റിയിട്ടില്ല, ഞാൻ മാറ്റാൻ ശ്രമിച്ചല്ലേ ഉള്ളൂ. അപ്പോഴേക്കും സത്യ എന്നെ കൈയോടെ പിടിച്ചില്ലേ? ഇതങ്ങനെ പിടിക്കപ്പെടാൻ പാടില്ല. ഞാൻ മോഷ്ടിക്കുക. അറിയാത്ത പണിയൊന്നും അല്ലല്ലോ. എന്നാലും ഞാൻ അതും സ്വന്തം വീട്ടിൽ നിന്ന്. മിണ്ടി പോവരുത്. ആർക്ക് സ്വന്തം വീട്? ഇത് നിങ്ങളുടെ വീടാണോ? അല്ല, എന്നാലും നിന്റെ വീട് എന്റെ വീടാണല്ലോ. ദേ, ഓവർ ആക്ടിംഗ് ഒന്നും വേണ്ട. ഇന്ന് രാത്രിയോടെ മോഷണം നടന്നിരിക്കണം. അത് സത്യയുടെ വീട്ടുകാര് സ്വന്തം കിടപ്പാടം പോലും പണയപ്പെടുത്തിയാവും ആ സ്വർണം വാങ്ങിയിട്ടുണ്ടാവും. അത് നഷ്ടമാകുമ്പോഴുള്ള വേദന അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നഷ്ടപ്പെടുന്നത് മാത്രമല്ല, അതോടെ സത്യയുടെ പേരിൽ നടത്തേണ്ട വഴിപാടുകൾ നിർത്തിവെക്കേണ്ടി വരും. അതാ പറഞ്ഞത്. ഇന്ന് രാത്രി തന്നെ ആ സ്വർണം നമ്മുടെ കയ്യിൽ എത്തണം. എത്തിയിരിക്കണം. മോളെ, ഭദ്രമായിട്ട് ഇത് സൂക്ഷിച്ചു വെക്കാൻ. അവിടെ വച്ചാ മതിയോ മോളെ? പിന്നെ ഇതേ നമ്മുടെ വീട് പോലെ അല്ല അച്ഛമ്മേ. ആ ഗേറ്റ് കടന്ന് ഒരു കള്ളന്മാരും ഇവിടെ വരില്ല. പിന്നെ ഇവിടെ ആർക്കും വേണ്ട നമ്മുടെ ഈ 10 പവൻ. ആഹാ, നല്ല നല്ല ഫോട്ടോസൊക്കെ വച്ചിട്ടുണ്ടല്ലോ. ഇത് നോക്ക് വിമലെ, ഇതില് ഞാനും ഉണ്ട്. അമ്മയുണ്ടല്ലോ. കൊള്ളാം. ഇവളിരിക്കുന്ന നോക്കിക്കേ. ഉമ്മെന്നും പറഞ്ഞ് കല്യാണപ്പണിനൊരു കോലം നോക്കി. അന്നത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴേ പേടിയാ. എന്തൊക്കെയാന്ന് നടന്നത്? എല്ലാം നല്ലതിനാ മോളെ. അതാ ഈശ്വരന്റെ വര തലയിൽ വേണോന്ന് പറയുന്നത്. മോളെ, സുധി എപ്പ വരും? ഒന്നും അറിയില്ല അമ്മ. നീ ചോദിച്ചില്ലേ? ചിലപ്പോ മീറ്റിംഗോ മറ്റോ ഉണ്ടെങ്കിൽ വൈകും. അതൊക്കെ ചോദിച്ചറിയേണ്ടത് ഭാര്യയുടെ കടമയാ. എപ്പ പോകും, എപ്പ വരും, എന്തൊക്കെയാ പ്രോഗ്രാം എന്നൊക്കെ അന്വേഷിക്കണ്ടേ? ഞങ്ങള് പോകുന്നതിന് മുമ്പ് സുധി വരുമായിരിക്കുമല്ലേ? അല്ല, നിങ്ങൾ എന്തിനാ ഇന്ന് പോകുന്നേ? നാളെ ക്ഷേത്രത്തിൽ നിന്ന് ഇവിടുന്ന് ഒരുമിച്ച് പോയാ പോരെ? ഞങ്ങള് നാളെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കോളാം മോളെ. മോളൊരു കാര്യം ചെയ്യേ, സുധിയെ വിളിച്ച് എപ്പോഴാ വരുന്നെന്ന് ചോദിക്കേ. സുധി എവിടെയാ ഉള്ളത്?
എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, കുറച്ച് ദൂരെയാ. ഏത് സ്ഥലം? എന്താ സത്യ? അല്ല, വേഗം വരുമോന്നറിയാൻ വേണ്ടിയാ. ഒന്നും പറയാൻ പറ്റില്ല സത്യ, ഇന്ന് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. എന്തൊക്കെ പ്രോഗ്രാംസാ ഉള്ളത്? ഇതെന്താ പതിവില്ലാത്തൊരു ചോദ്യം ചെയ്യല്? ആരോ കേൾപ്പിക്കാനുള്ള ഫോൺ കോൾ ആണല്ലോ. എന്താ ഇത്ര ഗൗരവം? സാധാരണ വിളിക്കുമ്പോ ഇത്തരം ഡീറ്റെയിൽസ് ഒന്നും ചോദിക്കാറില്ലല്ലോ. ഒന്നുമില്ല. അമ്മയും അച്ഛമ്മയൊക്കെ വന്നിട്ടുണ്ടേ. ആ, അപ്പോ കാശ് റെഡിയായി കാണുമോ അല്ലേ? ആഭരണങ്ങളുമായിട്ടാ അവര് വന്നത്. ക്യാഷും റെഡിയാ. അപ്പോ അമ്മ വാക്ക് പാലിച്ചു. എന്തായാലും നന്നായി. വിശേഷങ്ങളൊക്കെ ഞാൻ വന്നിട്ട് കേൾക്കാം. അവർക്ക് ഇന്ന് തന്നെ പോണം. ഇന്നെന്തിനാ പോകുന്നേ? നാളെ പോവാന്ന് പറ. അല്ല, അവർക്ക് പോയിട്ടെന്തോ അത്യാവശ്യം ഉണ്ടെന്ന്. ഞാൻ വരാൻ ലേറ്റ് ആവും. ലേറ്റ് ആവോ? ഓഫീസിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഞാൻ മീറ്റിങ്ങിന് കയറാൻ പോകുന്നേ ഉള്ളൂ. തിരിച്ചെപ്പോ വരുമെന്ന് പറയാൻ പറ്റില്ല. അമ്മയും അച്ഛമ്മയും സുധിയെ കാത്തിരിക്കുക. എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞേക്ക്. എന്റെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല. എന്നാലും വേഗം വരാൻ ശ്രമിക്കണേ. ശ്രമിക്കാന്നേ ഉള്ളൂ, നടക്കില്ല. അവര് ഭക്ഷണം കഴിച്ചോ? സുധി വന്നിട്ട് ഒരുമിച്ച് കഴിക്കാന്ന്. എന്നെ വെയിറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞില്ലേ? അവർക്ക് ഭക്ഷണം കൊടുക്ക്. ആ, ഞാൻ വരുമ്പോ വിളിക്കാം. ശരി എന്നാ. എന്തു പറഞ്ഞു മോളെ? വരാൻ ലേറ്റ് ആവുമെന്ന്. ഓഫീസിൽ എന്തോ പ്രശ്നമുണ്ടത്ര. എന്നാ നമുക്ക് ഭക്ഷണം കഴിക്കാം. വാ. സുജിതേ, നീ കഴിക്കുന്നില്ലേ? ഞാൻ പിന്നെ കഴിച്ചോളാം. ചേട്ടാ, എവിടെയാ? എത്ര നേരമായി ഞാൻ പറഞ്ഞിട്ട്? എടി, ഞാൻ വന്നോണ്ടിരിക്കുക. ഞാൻ വാട്സാപ്പ് ചെയ്ത സാധനം കിട്ടിയോ? സെയിം സാധനം തന്നെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ തൊട്ടടുത്ത കടയിൽ തന്നെ ഉണ്ടായിരുന്നു. കളറും വലിപ്പം എല്ലാം കറക്റ്റ് അല്ലേ? സെയിം. ഇരട്ട പെറ്റതാണെന്നേ തോന്നൂ. അവരാഭരണം കൊണ്ടുവന്ന പൗച്ചിന്റെ അതേ നിറം, അതേ വലിപ്പം, എല്ലാം കറക്റ്റാ. എങ്കിൽ വേഗം വാ. അവര് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. കഴിച്ചു കഴിയുന്നതിന് മുമ്പ് സത്യയുടെ ഷെൽഫിൽ നിന്ന് ആഭരണം അടിച്ചു മാറ്റണം. എന്നിട്ട് ബൈജുവേട്ടൻ കൊണ്ടുവരുന്ന പൗച്ച് അവിടെ വെക്കണം. അല്ല, അതൊക്കെ ആര് ചെയ്യും? ബൈജുവേട്ടൻ തന്നെ, അല്ലാതെ ആരാ? അത് സുജിതേ. അതെ, പേടിച്ചാലൊന്നും കാര്യം നടക്കില്ല. വേഗം വാ. ഓക്കെ. പിന്നെ ബൈജുവേട്ടൻ പുറകിലത്തെ സ്റ്റേഴ്സ് വഴി വന്നാൽ മതി. അവരുടെ മുന്നിലൊന്നും ചെന്ന് പെടണ്ട. ആ, ഓക്കെ. ശരി ബൈജുവേട്ടാ. കഴിക്കമ്മേ. മതി മതി മതി, മതി മോളെ.
ഇത്രയും കറികളൊക്കെ എന്തിനാ? ഭക്ഷണം കഴിക്കാൻ 1-2 കറികൾ പോരെ? അതെ, ഇതൊന്നും കഴിക്കാനല്ല, ചുമ്മാ മുമ്പിൽ ഇങ്ങനെ നിരത്തി വെക്കുന്നത്. കഴിക്കും, കുറച്ചുകൂടെ കറിയാട്ടെ. മതി മതി. നിനക്കും കൂടി കഴിച്ചൂടായിരുന്നോ? അത് പറ്റില്ല. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഇവിടെ കഴിക്കാവൂ. ഇത്തിരി പായസ. എന്താ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞാ മതി. ഒന്നും ആവശ്യമില്ല, ഇതൊക്കെ തന്നെ ധാരാളമാ. സുജിതയും ബൈജു ഒന്നും കഴിക്കാൻ വന്നില്ലല്ലോ. അവരൊരുമിച്ച് കഴിച്ചോളൂ. നിങ്ങൾ കഴിച്ചോ? സുധിയുടെ അച്ഛൻ എപ്പോഴാ വരുന്നത്? ഊണ് കൊണ്ടുപോകാറാ പതിവ്, അതുകൊണ്ട് വരാൻ ലേറ്റാവും. അച്ഛനങ്ങനെ പുറത്തുനിന്നൊന്നും കഴിക്കാറില്ല. അതേതായാലും നന്നായി. ചേച്ചിക്കും കൂടി ഇരിക്കായിരുന്നില്ലേ? ബൈജു എന്തോ ആവശ്യത്തിന് പുറത്തു പോയിരിക്കെ, അവൻ വരട്ടെ, എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചോളാം. കാണുന്നുമില്ലല്ലോ. സക്സസ്. ഞാനാണ് യഥാർത്ഥ കള്ളൻ. എനിക്കിപ്പോ എന്നോട് തന്നെ ഒരു അഭിമാനമൊക്കെ തോന്നുന്നുണ്ട്. ഇത്ര ഈസി ആയിട്ട് കാശുണ്ടാക്കാൻ പറ്റിയ ഒരു ജോലി ഉണ്ടായിട്ടാണോ ഞാനിവിടെ വെറുതെ ഇരുന്നത്? എനിക്ക് എന്നോട് തന്നെ ഒരു പുച്ഛം തോന്നുന്നു. അമ്മയ്ക്കൊരു ചപ്പാത്തിയും കൂടി ഞാൻ എടുക്കാം. അയ്യോ മതി മോളെ, എനിക്ക് ഇപ്പൊ തന്നെ വയറ് നിറഞ്ഞു. എന്നാ പിന്നെ എഴുന്നേറ്റോ. ഞാനിപ്പോ വരാമേ. എന്താ മോളെ? ഫോൺ റൂമിൽ വെച്ച് മറന്നുപോയി. അതവിടെ കിടക്കട്ടെ, അർജന്റ് കോളൊന്നും വരാനില്ലല്ലോ. സുധി വരുമ്പോ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാ വിളിക്കാന്ന് പറയാൻ പറ്റില്ല. ശരി, മോള് ചെന്ന് ഫോൺ എടുത്തോണ്ട് വാ. അല്ല, പാത്രം ഇവിടെ വെച്ചേക്ക്. സാരമില്ല, ഞങ്ങൾ എടുത്തോളാം.
സത്യ, ഇനിയിപ്പോ എന്ത് ചെയ്യും? കയ്യോടെ പിടിക്കുമല്ലോ. ഭഗവാനെ, മാനം പോയത് തന്നെ. നീയായിരുന്നോ? എല്ലാം കുളമായോ? നീ ഇതെവിടെയായിരുന്നു? കാവൽ നിൽക്കാന്ന് പറഞ്ഞിട്ടും അവള് വന്നത് കണ്ടില്ലേ? അത് വൈജുട്ടാ, പെട്ടെന്ന് അവളെ കണ്ടപ്പോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സാധനം കിട്ടിയോ? സാധനം മാത്രമല്ല, മൂക്കില് നല്ല ഇടിയും കിട്ടി. അയ്യോ, അതെന്തു പറ്റി? ഞാൻ ആഭരണമായിട്ട് നിൽക്കുമ്പോഴാ സത്യ വരുന്നത് കണ്ടത്. പിന്നെ ഈ വാതിലിന്റെ പുറകിൽ ഒളിച്ചു നിന്നു. അവള് വാതിലൊന്നും ഒറ്റ തള്ളു. എന്റെ മൂക്കിന്റെ പാലത്തിന്റെ അവസ്ഥ ഇപ്പം പാലാരിവട്ടം പാലത്തിന്റെ അവസ്ഥ പോലെയായി. എന്നാലും മൂക്ക് പോയാലും കുഴപ്പമില്ല, സാധനം കിട്ടിയല്ലോ. ഇങ്ങ് തന്നെ. കണ്ടില്ലേ, സ്വർണം നമ്മുടെ കയ്യിലെത്തി. ഇനി പൂജയ്ക്കും വഴിപാടിനുമായി 10 പവന്റെ അഹങ്കാരവുമായി സത്യയുടെ വീട്ടുകാർ വരും. സ്വർണപ്പൊതി അഴിക്കുമ്പോഴാവും കിടപ്പാടം വിറ്റ കാശുകൊണ്ട് വാങ്ങിയ ആഭരണങ്ങളെല്ലാം നഷ്ടമായത് അറിയുക. നാണക്കേട് കൊണ്ട് വലയുന്ന ഒരു കോളനി കുടുംബത്തെ അവിടെ നമുക്ക് കാണാൻ പറ്റും. വെറും കൈയോടെ കണ്ണീരൊലിപ്പിച്ച് നിൽക്കുന്ന ഫാമിലിയുടെ ഗ്രൂപ്പ് ഫോട്ടോ. അതെ, അത് മൊബൈൽ ക്യാമറയിൽ പകർത്താൻ മറക്കണ്ട. കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ നിൽക്കാതെ അകത്തോണ്ട് വെക്കടി. മൂക്ക് ബിജു, ഞങ്ങൾ ഇറങ്ങി. അയ്യോ, അതെന്താ പറയാതെ പോയത്? ഓ, ആണോ? ശരി ശരി, ഞങ്ങൾ വേറെ ഓട്ടോ പിടിച്ചു പൊയ്ക്കോളാം. ബിജുവിന്റെ മോള് സ്കൂളിൽ വീണെന്ന് അവൻ അങ്ങോട്ട് പോയി. നമ്മളെ വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന്. സാരമില്ല, അത്യാവശ്യമായതുകൊണ്ടല്ലേ പോയത്. നമുക്ക് വേറെ ഓട്ടോ പിടിച്ചു പോവാം. ഓട്ടോ പോയെങ്കിൽ ഇവിടുന്ന് കാറ് വിട്ടുതരാം. അതിൽ ടെൻഷനൊന്നും വേണ്ട. അത് വേണ്ട, ഞങ്ങൾക്ക് പോകുന്ന വഴിക്ക് 1-2 അടുത്ത് കയറാനുണ്ട്. ഓട്ടോ പിടിച്ചു പൊയ്ക്കോളാം. ഇനി വൈകണ്ട അമ്മേ, ഇപ്പൊ പോയാലേ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കൂ. നാളെ കാലത്ത് ക്ഷേത്രത്തിൽ എത്തേണ്ടതല്ലേ? ഇറങ്ങട്ടെ. സത്യമോൾ എന്തേ? എന്താമ്മേ, പോവായോ? പോട്ടെ മോളെ.
ഇനി താമസിച്ച കാര്യങ്ങളൊക്കെ അങ്ങ് കുഴയും. സുധി വരാൻ നിൽക്കുന്നില്ലേ? അവൻ വിളിച്ചില്ലല്ലോ. ഇല്ല. അപ്പൊ പിന്നെ വൈകുമായിരിക്കും. നാളത്തേക്കുള്ള കുറച്ച് ഒരുക്കങ്ങളൊക്കെയുണ്ട്. അവിടുത്തെ കാര്യങ്ങളൊക്കെ നിനക്കറിയില്ലേ? ഓ, നാളത്തെ ഒരുക്കത്തിന് വേണ്ടി ഇന്നേ ഉറക്കൊഴിയേണ്ട അവസ്ഥയാണല്ലേ? ഉറക്കൊഴിച്ചിലൊന്നുമില്ല. കുറച്ച് വീടുകളില് സാധനങ്ങൾ കൊടുക്കാനുണ്ട്. കുഴലപ്പവും പപ്പടവടയൊക്കെ വിൽക്കാൻ പോവാനുണ്ടാവും. വലിയ ബിസിനസ് തന്നെ. എന്തായാലും മണിമംഗലത്തുകാർക്ക് പറ്റിയ ഫാമിലിയാ. അതെ, ഈ കുഴലപ്പവും പപ്പടവടയും അത്ര മോശ സാധനമൊന്നുമല്ല. എത്രയോ കുടുംബങ്ങൾ അത് വിറ്റ് കഴിയുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബവും അതുകൊണ്ട് തന്നെയാ കഴിഞ്ഞിരുന്നത്. ഒന്നുമില്ലെങ്കിലും അത് വിറ്റ് കിട്ടുന്ന കാശുകൊണ്ട് 2 പെൺകുട്ടികളെ വളർത്തി വലുതാക്കിയില്ലേ ഞങ്ങളുടെ ഈ അമ്മ. അതിലെ എനിക്ക് അഭിമാനമുണ്ട്. അഭിമാനിക്കാൻ പറ്റിയ കാര്യം തന്നെ. പക്ഷേ ഈ പപ്പടവടയും കുഴലപ്പവും വിറ്റ് വളർന്ന പെൺകുട്ടികള് എന്ത് വളർച്ചയാ വളർന്നത്? ഒരാള് 4ാം ക്ലാസ്സിൽ പഠനം നിർത്തി, മറ്റേ ആള് കല്യാണ തലേന്ന് ആരുടെയോ കൂടെ ഒളിച്ചോടിപ്പോയി. ഈ അഡ്രസ് ഇല്ലാതായ 2 പെൺകുട്ടികള് വളർന്നു പന്തലിച്ച കാര്യമാണോ ഈ പറയുന്നത്? അതെ, എന്നെ കൊണ്ട് ഞങ്ങൾ ഇറങ്ങട്ടെ മോളെ. നാളെ ക്ഷേത്രത്തിൽ വെച്ച് കാണാം. വാ അമ്മേ. ഓ, എന്നാ ഇറങ്ങട്ടെ മോളെ. ശരി മോളെ, ഇറങ്ങട്ടെ. ശരി അച്ഛമ്മ. അതെ, എന്റെ അമ്മയും അച്ഛമ്മയും നെഞ്ചു പൊള്ളിയാ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. അവരുടെ മുമ്പിൽ വെച്ച് ഒരു കലഹം വേണ്ടാന്ന് വിചാരിച്ചിട്ടാ ഞാൻ നിങ്ങൾക്ക് അപ്പം മറുപടി തരാതിരുന്നത്. അല്ലാതെ നിങ്ങൾ പറഞ്ഞതിനുള്ള മറുപടി സത്യയുടെ കയ്യിൽ ഇല്ലാതിരുന്നിട്ടല്ല. എങ്കി പറയടി, ഞാൻ പറഞ്ഞത് സത്യമല്ലേ? 2 തലതിരിഞ്ഞ പെൺകുട്ടികൾ ഉണ്ടായി എന്നല്ലാതെ എന്താ നിന്റെ കുടുംബത്തിലുള്ളത്? അവിടെ സ്നേഹമുണ്ട്. ഏത് പട്ടിണിയിലും കെട്ടിപ്പിടിച്ചുറങ്ങാൻ പോകുന്ന വാത്സല്യമുണ്ട്. കരയുമ്പോ കണ്ണീരൊപ്പാൻ കൈകളുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞില്ലേ തലതിരിഞ്ഞ പെൺകുട്ടികൾ ഉണ്ടായതിനെ പറ്റി? ആദ്യം സ്വന്തമായി ഒരു കുഞ്ഞിനെ പ്രസവിച്ച് അതിനെ മുലയൂട്ടി വളർത്ത്. അതിനുശേഷം മതി എന്റെ അമ്മയെ കുറ്റപ്പെടുത്തൽ. ഞാൻ പ്ലാൻ ചെയ്ത പോലെ തന്നെ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. കൃത്യസമയത്ത് ഗോവിന്ദൻ വൈദ്യരും കൂടെ കൂടിയത് ദൈവനിയോഗം. ഇനിയും സമയം വെച്ച് താമസിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. മരുന്ന് ഫലിച്ചു തുടങ്ങിയ സ്ഥിതിക്ക് മെയിൻ പ്ലേയിലേക്ക് പോകേണ്ട സമയമായില്ലേ വൈദ്യരെ? മരുന്ന് പാലിക്കാനോ? ദിവ്യക്ക് പഴയതൊന്നും ഇപ്പോഴും ഓർമ്മയില്ല. കഷായത്തിന്റെയും മരുന്നിന്റെയും കാര്യമല്ല ഞാൻ പറഞ്ഞത്.
നമ്മുടെ ഐഡിയ എന്ന മരുന്ന് അല്ലേ? അതെ. ഓ അങ്ങനെ. ഇനി ദിവ്യ വെച്ച് വലിയ വലിയ കളികൾ കളിക്കാൻ സമയമായി. കാമുകനായ രാഹുലും ഭർത്താവാകേണ്ടിയിരുന്ന സുധിയും ദിവ്യയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ വിഹരിക്കുമ്പോൾ മറവിയുടെ മൂടുപടമണിഞ്ഞ് ദിവ്യ ശരിതെറ്റുകളുടെ മായാജാല പ്രപഞ്ചത്തിൽ ഓർമ്മകൾ ഏതുമില്ലാതൊരു പെൺകുട്ടി. നല്ല രസമായിരിക്കും അല്ലേ വൈദ്യരെ?